Hi to all, welcome back to Fauslum's World. ഇന്നത്തെ വീഡിയോ LSS USS എക്സാം 2024 ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏത്? ഭൂട്ടാൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏത്? ചൈന. ഇതര സംസ്ഥാനക്കാരെ മലയാളം പഠിപ്പിക്കാനായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം. ഹമാരി മലയാളം. കേരളത്തിൻ്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത്? ഷൊർണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? കോഴിക്കോട്. തലച്ചോറിനേക്കാൾ വലിയ കണ്ണുള്ള പക്ഷി? ഒട്ടകപ്പക്ഷി. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്? സുജാത മനോഹർ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള? ഒളിമ്പിക്സ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി സീതരാമേനോൻ. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി? മണ്ണിര. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പറക്കും മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ബാർബഡോസ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കർ. താമരത്തോണി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. മിൻഡോനെറ്റ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഏതാണ്? വോളിബോൾ. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിനം എന്ന്? ഫെബ്രുവരി 28. സത്യം ശിവം സുന്ദരം എന്ന ആപ്തവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൂരദർശൻ. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. താജ്മഹലിനെ കാലത്തിൻ്റെ കവൽത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപകടം എൻ്റെ സഹയാത്രികൻ എന്ന കൃതിയുടെ രചയിതാവ്? VK മാധവൻകുട്ടി. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം? ₹75 നാണയം. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്?
സ്നേഹഹസ്തം. 2024 ജനുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഇറാൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? ഗരുഡൻ. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ്? ഉദയവർമ്മൻ കോലത്തിരി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. പ്രശസ്തമായ ഈ വരികൾ ആരുടേത്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാകാനിവ ധാരാളമാണെനിക്കിന്നും. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. പ്രശസ്തമായ ഒരു മലയാള കവിതയാണല്ലോ എൻ്റെ ഗുരുനാഥൻ എന്നത് മഹാകവി വള്ളത്തോൾ രചിച്ച ഈ കവിതയിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗാന്ധിജി. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഈ വരികൾ ആരുടേതാണ്? സുഗതകുമാരി. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണല്ലോ ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവൽ സിനിമയാക്കിയത് ആര്? രാമു കാര്യാട്ട്. തൂലിക പടവാളാക്കിയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വയലാർ. ഓടയിൽ നിന്ന്, അയൽക്കാർ എന്നീ കൃതികളുടെ രചയിതാവ് ആരാണ്? പി. കേശവദേവ്. സ്ത്രീധന പീഡനം അവസാനിപ്പിക്കുക, വനിതാ ശാക്തീകരണം, സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണം തുടങ്ങിയവ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? കനൽ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ദീനബന്ധു CF ആൻഡ്രൂസ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആര്? മൊറാർജി ദേശായി. നീർമാതളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ്? മാധവിക്കുട്ടി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ദാദാഭായ് നവറോജി. ആൾമാറാട്ടം എന്ന പേരിൽ കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വില്യം ഷേക്സ്പിയറുടെ നാടകം ഏത്? കോമഡി ഓഫ് എറേഴ്സ്. എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം എന്ന വരികൾ രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ്റെ ജീവിതകഥ പറയുന്ന തീക്കടൽ കടന്ന് തിരുമധുരം എന്ന നോവൽ രചിച്ചത് ആരാണ്?
C. Radhakrishnan. Thanks for watching. God bless you all. See you at next video. Bye bye. Take care.